കൊടുക്കണ പൈസയ്ക്ക് പണിയെടുക്കണം, കൊടുത്ത പൈസ മുതലാവും വേണം. അതെന്താ ഇവിടെ പറഞ്ഞെന്നല്ലേ. വണ്ടി ഞങ്ങൾ വാഷ് ചെയ്തിട്ടില്ല, പക്ഷേ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം വണ്ടി നല്ല നീറ്റ് ആൻഡ് അടിപൊളി കണ്ടീഷനിലാണുള്ളത്. പക്ഷേ അങ്ങനെയല്ല, വണ്ടി ചെറിയ ഓട്ടോ ഓടിയിട്ട് അല്ലറ അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കിത് വാഷിന് വന്നിട്ടുള്ള വണ്ടിയാണ്. പക്ഷേ പൊതുവേ ഈ ഒരു വണ്ടി, ഈ ഒരു സിറ്റുവേഷനിലുള്ള വണ്ടി ഒരിക്കലും ഒരു വാഷിന് നമുക്ക് കൊണ്ടുവരാറില്ല ആൾക്കാർ. ആരും നാട്ടിൽ ഇത്ര ചെറിയ അഴുക്കുള്ള സിറ്റുവേഷനിൽ ആരും വാഷിന് കൊണ്ടുവരാറില്ല. വീട്ടിൽ സ്വയം വാഷ് ചെയ്യാറുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ അഴുക്കായതിന് ശേഷം മാത്രമാണ് നമ്മളൊരു വാഷ് ചെയ്യാറ്, അല്ലെങ്കിൽ പുറമെ പൈസ കൊടുത്ത് വാഷിന് കൊടുക്കാറ്. ഒരു 2-3 ആൾക്കാർ വണ്ടി കണ്ടിട്ട് ഇതേ വാഷിനായല്ലോ, വണ്ടിയിൽ നല്ല അഴുക്കുണ്ടല്ലോ എന്ന് പറയുമ്പോൾ മാത്രമേ പൊതുവേ നമ്മളൊരു വാഷിന് കൊണ്ടുപോകാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഓണായിട്ട് നമ്മൾ വീട്ടിൽ വാഷ് ചെയ്യാണ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ മഴക്കാലത്തും വേനൽക്കാലത്തും രണ്ട് സിറ്റുവേഷനിലും നമുക്ക് വണ്ടി വാഷ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറിയിട്ടുണ്ട്, മടി പിടിക്കുന്ന കാര്യമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശക്തമായിട്ടുള്ള അഴുക്കുകളും കറകളും ആയിട്ട് തന്നെ വേണം വണ്ടി വാഷ് ചെയ്യാൻ. അപ്പോഴേ കൊടുത്ത കാശ് മുതലാവുള്ളൂ എന്ന് ചിന്തിക്കുന്നവരോടാണ് പറയാനുള്ളത്. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. വണ്ടി എപ്പോഴും നല്ല അടിപൊളി കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാവർക്കും താല്പര്യം. ആരും കറക്റ്റ് ടൈമിന് വാഷസ് ചെയ്യാറില്ല. അല്ലെങ്കിൽ പുറമെ പൈസ കൊടുത്തിട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും ചിന്തിക്കുന്നത് ഇതിൽ ഒരുപാട് അഴുക്കാവട്ടെ, എന്നാൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റിന് നമുക്കൊരു റിസൾട്ട് ഉള്ളൂ, അല്ലെങ്കിൽ കൊടുത്ത കാശ് നമുക്ക് മുതലാവുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കുക. വണ്ടി പ്രോപ്പർ ഇൻ്റർവെൽസിൽ വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് തന്നെയാണ് നല്ലത്. വണ്ടി നല്ല ക്വാളിറ്റിയിൽ നല്ല നീറ്റ് ആൻഡ് അടിപൊളി കണ്ടീഷനിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും.